പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമ്മൾ നന്മമരത്തിനകത്ത് നമ്മളൊരു ഇൻ്റർസെഷൻ ടീം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. ഇൻ്റർസെഷൻ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇൻ്റർസെഷൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ശക്തമായ ഒരു ഇൻ്റർസെഷൻ ടീമെ നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്ക് ആത്മാക്കളെ നേടണം. ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ട് എന്നോടൊരു ചേട്ടൻ പറഞ്ഞ കാര്യമാണേ, ആഫ്രിക്കയിൽ പോയിട്ട് നീ മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ പോയിട്ട് മിഷൻ ചെയ്യാൻ നിനക്ക് പറ്റും. ആഫ്രിക്കയിൽ പോയിട്ട് മിഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊക്കെ ഏരിയാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ ആത്മാക്കളെല്ലാം ഈശോ നമ്മുടെ കയ്യിലോട്ട് തരും. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കരങ്ങളിൽ വിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഈശോ രക്ഷിക്കും. ഇവരെല്ലാം ഈശോ, ഈ ആത്മാക്കളൊക്കെ ഈശോ നമുക്ക് നേടിത്തരും. സോ നമുക്കിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെ വേണം. നമുക്ക് നമ്മുടെ ചാനലുകളിൽ ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രയർ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ശുശ്രൂഷ നമ്മൾ കുഞ്ഞു നന്മ വരുന്നുണ്ട്. നമുക്കിങ്ങനെ 1000 ബീഡ്സ്, റോസറി 1000 ബീഡ്സ്, 1000 മണി ജപമാല കൂട്ടായ്മകൾ നമുക്കുണ്ട്. പിന്നെ വീഡിയോസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രയർ മീറ്റിങ്ങുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ശക്തമായൊരു പ്രാർത്ഥന കൂട്ടായ്മയുടെ പിന്തുണ വേണം. നമുക്കൊരു ടീം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുക, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കണം, ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യുക. ഇതിന് ഉദ്ദേശം ഇതേ ഉള്ളൂ, നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥന കൗണ്ട് ഇടാനുള്ള ഗ്രൂപ്പല്ല. ഇത് നമ്മൾ ഒരുമിച്ച് കൂടി ഓൺലൈനായിട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ട ഗ്രൂപ്പാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും നമ്മുടെ ചാനലിൻ്റെ പ്രാർത്ഥനകളെല്ലാം ശക്തിപ്പെടുത്താനും ചാനലിൻ്റെ ഒരു പ്രയർ ഹൗസായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ്. സോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ടേ, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നീ എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ പറ്റത്തില്ലേ എന്ന് ഈശോ ശിഷ്യന്മാരുടെ ചോദ്യമുണ്ട്. കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടേ, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. ഈശോ ഇൻട്രസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ കൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഈശോ ഇങ്ങനെ നമുക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പിതാവിൻ്റെ അടുത്തിരുന്ന് ഈശോ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാക്കളെ പ്രതി ബൈബിളിൽ വചനമുണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മാവും നശിച്ചു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോയ്ക്ക് ഇവരെ രക്ഷിക്കണമെങ്കിൽ ഈശോയ്ക്ക് നമ്മുടെ പ്രാർത്ഥന വേണം. സോ നമുക്ക് ഉള്ളിലൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആത്മാക്കളെ നേടണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടും, നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂമിൽ അങ്ങനെ കൂടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുപാട് രക്ഷിക്കണം. സോ ഒരുപാട് നമ്മുടെ ശുശ്രൂഷകളെല്ലാം നമുക്ക് വളർത്തണം. നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് കുറച്ചുകൂടെ അഭിഷേകമാക്കി മാറ്റണം. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നമുക്ക് വേണം. സോ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈശോയ്ക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കർത്താവ് ഇങ്ങനെ ഇവിടെ വരുന്നില്ല, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുത്തി. ഈശോ അറിയാതെ ഈശോയിൽ ശക്തി പുറപ്പെട്ട് രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെട്ടു. നമ്മുടെ ഒരു ഇൻറ്റൻസിറ്റിയും നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു പ്രാർത്ഥനയും കർത്താവ് പോലും അറിയാതെ കർത്താവിൽ നീ കൃപ ഇങ്ങനെ ഒഴുകാൻ വേണ്ടി ഒരു കാരണമായി തരും. സോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാം, ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കാം. സോ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നെങ്കിൽ പ്ലീസ് നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ആമേൻ.